ഷൈൻ ടീച്ചറെ, ടീച്ചറിന് ഈ റോസ്റ്റിംഗ് പൊങ്കാല എന്നൊക്കെ പറയുന്ന അല്ലേ ഈ സോഷ്യൽ മീഡിയയിലൂടെ കുറേ കാര്യങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ടീച്ചറും രക്ഷപ്പെട്ടു അല്ലേ? അതെ, തീർച്ചയായും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കും ചിലപ്പോൾ വീണ്ടും ഒരു പൊങ്ങി വരുന്നത്. ആക്രമണം ശക്തമായിരുന്നു. അതെ, അതിപ്പോ SK ഒക്കെ അറിയാൻ പറ്റും. ഒരു ദിവസം മീഡിയ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു. ഭയങ്കരമായിരുന്നു വിഷയമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ നമ്മളെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, രക്തം മരവിപ്പിക്കുന്ന തരത്തിലുള്ളൊരു അറ്റാക്ക് ആയിരുന്നു അത്. ഓർഗനൈസ്ഡ് ആയിരുന്നു ആരെങ്കിലും? അല്ല, അങ്ങനെ ഓർഗനൈസ് ചെയ്യാതെ ഒരു പ്ലാൻ ഇല്ലാതെ എന്തായാലും ഒരു പ്രവൃത്തി നടക്കൂലല്ലോ. പ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ആരെങ്കിലും ഒക്കെ സപ്പോർട്ടും ഉണ്ടാവും. ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയമോ എന്തൊക്കെ ആവാം അതിന് സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് അസത്യമാണ് എന്നുള്ളൊരു പൂർണ്ണമായ 100% വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനെ നേരിടാൻ തീരുമാനിച്ചു. നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല. കൂടാതെ എൻ്റെ ജീവിത പങ്കാളി അദ്ദേഹം കട്ടയ്ക്ക് സപ്പോർട്ട്, കട്ടയ്ക്ക് അതായത് ഇത് പറയണം, മീഡിയനെ നമ്മൾ സമീപിക്കണം, മീഡിയനെ വിളിച്ചിട്ട് നമുക്കിത് പറയണം. കാരണം ഞാൻ ഇത് എത്രയാളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയും? അത് എളുപ്പമല്ലേ? 24 ഒക്കെ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വന്ന് കിട്ടി എന്നുള്ളതാ. അപ്പൊ അവര് അകത്ത് കയറി. അപ്പോ അവരോട് കാര്യം പറഞ്ഞു. അതിന്റെ പിന്നിൽ ഈ പ്രവൃത്തി ചെയ്ത ആൾക്ക് ഉള്ള താല്പര്യം ഇന്നതായിരിക്കാം എന്ന് നമ്മൾ അത് പറഞ്ഞു. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഇതിൽ സൂചിപ്പിക്കാനുള്ളതേ, ഇപ്പോൾ ഡോക്ടർ ദയാ പാസ്കൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതായത് സോഷ്യൽ മീഡിയ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഏതാണ്ട് 6 മണിക്കൂർ ഈ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നാണ്. അതിൽ തന്നെ ഒരു 3 മണിക്കൂറിൽ താഴെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു ഒരു വ്യക്തി ഒരു ദിവസം പെർ ഡേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വ്യക്തി എന്നുള്ള നിലയ്ക്കും സമൂഹം എന്നുള്ള നിലയ്ക്കും ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്കും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം ഇതിൽ നിന്ന് വരുന്ന ഇത്തരം എന്താ പറയുക ആക്രമണങ്ങളെ എങ്ങനെ ഹൗ ടു ഹാൻഡിൽ അല്ലെങ്കിൽ എങ്ങനെ അത് ഡിഫെൻഡ് ചെയ്യണം എന്നുകൂടി അവെയർ കൊടുക്കണം. അതോടൊപ്പം ഇതെല്ലാവരും ലോകം മുഴുവൻ നന്നായിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒപ്പം ഉള്ളപ്പോൾ തന്നെ ഇതിൽ നിന്ന് വരുന്ന നെഗറ്റീവ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ആത്മവിശ്വാസം, അതിനൊരു ബോധ്യം കുട്ടികൾക്കും സംഘടനകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം എൻ്റെ കേസിൽ ഇപ്പോൾ ഞാനതിനെ നേരിടാൻ എനിക്ക് ശക്തി തന്നത് എൻ്റെ കൂടെയുള്ളവർ. ഒന്ന് ഞാൻ തന്നെ, ഞാൻ നല്ല ബോൾഡായിരുന്നു തീർച്ചയായിട്ടും. ഇത് ടീച്ചർ അതേ സമയം ഉണ്ടല്ലോ, നമ്മളോട് ഇപ്പോൾ 24-ന്റെ ക്യാമറയോട് സംസാരിക്കുന്ന സമയത്ത് ടീച്ചർ പൊട്ടിയും കരഞ്ഞെന്ന് വെച്ചു. ഈ കരഞ്ഞ് ഞങ്ങൾ 28 ബുള്ളറ്റിലായിട്ട് കട്ട് ചെയ്തും പീസാക്കിയും ഇട്ട് കഴിഞ്ഞാൽ ആ പാവ ടീച്ചറോട് ഇവന്മാര് എന്ത് വൃത്തികെട്ടവന്മാര് ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ, അപ്പോഴേ സമൂഹം മാറും. പക്ഷേ ടീച്ചർ ചെയ്തില്ല. ടീച്ചർ ബോൾഡായിട്ട് നാവിക ഉദ്യോഗസ്ഥന്റെ കൂട്ടി നിന്നു. അല്ല, അതിന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് ടീച്ചർ ചെയ്യാൻ ഞാൻ ഒരു അധ്യാപികയാണ്. എന്നെ കാണുന്ന ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, എത്രയോ കുട്ടികൾ എന്നെ കാണുന്നു. അവർ ടീച്ചർ ഒരു വിഷയം വന്നപ്പോൾ ടീച്ചർ പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഒരു ബിഗ് സീറോ ആയിട്ട് മാറും. അപ്പൊ അതെന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ടീച്ചർ അങ്ങനെ കരയണമെന്നല്ലേ ഞാൻ പറഞ്ഞു. സമൂഹം അടപടലം മാറും. അതെ അതെ അത്രേ ഉള്ളൂ. സഹതാപം അങ്ങനെ കരയുകയുമില്ല. കരയാനുള്ള സാമൂഹികമായിട്ടുള്ള ശത്രുക്കൾക്ക് സന്തോഷവും അല്ലേ? തീർച്ചയായിട്ടും. വ്യക്തി എന്നുള്ളതിലേക്ക് നമ്മൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഒപ്പം സാമൂഹ്യ സംഘടനകളുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, അല്ലെങ്കിൽ വേറെ വ്യത്യസ്ത സംഘടനകളുണ്ടല്ലോ. ഈ സംഘടനയ്ക്കകത്താണല്ലോ ഓരോ വ്യക്തിയും വരുന്നത്. രാഷ്ട്രീയം ആവട്ടെ, സമൂഹം ആവട്ടെ, ജാതി ആവട്ടെ, മതം ആവട്ടെ, എല്ലാവരും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിരിക്കും. ഈ സംഘടനയ്ക്കൊരു സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ടാവണം. ഇന്ന കാര്യത്തിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഒന്ന് നേരായ രീതിയിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം. തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്, തിരുത്തിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ഒപ്പം ശ്രീ സന്തോഷ് പണ്ഡിറ്റ് സൂചിപ്പിച്ചതുപോലെ ശക്തമായ നിയമം ഉണ്ടാവണം. ശക്തമായ നിയമം വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.